സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെയുള്ള ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. എന്താ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ? എലമെന്റുകൾ ചേർന്നിട്ട് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? എലമെന്റ് ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അങ്ങനെ എലമെന്റ് ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അവിടെ പാലിക്കപ്പെടുന്ന കുറച്ച് നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ചേരുന്നത്. എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടായതിനു ശേഷം എലമെന്റ് ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടായി എന്നല്ല. എലമെന്റ് ചേർന്ന് കോമ്പൗണ്ട് പണ്ടേ ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് പല പല എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി പഠിച്ചെടുത്തിട്ട് 5 നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 5 നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ആ 5 നിയമങ്ങളെയാണ് നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വരും. ഇവിടുന്ന് ഡയറക്റ്റ് ചോദ്യങ്ങളും വരാറുണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്യാസ് ലോസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ചോദ്യം ചെയ്യണമെങ്കിലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. സിമ്പിൾ നിയമങ്ങളാണ്, വലിയ പാടൊന്നുമില്ല. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അപ്പം 5 നിയമങ്ങളാണുള്ളത്. 5 നിയമങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ നിയമമാണ് എന്ത്? ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോസ് ഒന്നുമില്ല, ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇത് രണ്ട് നിങ്ങൾ എല്ലാവരും വളരെയധികം നന്നായിട്ട് പഠിക്കും, കാരണം ഭയങ്കര എളുപ്പമാണ്. മൂന്നാമത് ഇച്ചിരി പ്രശ്നക്കാരാണ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് എന്തിനു വേണ്ടി വന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ നിയമം പഠിക്കാൻ എളുപ്പമാണ്. അടുത്ത് ഗാലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയൂംസ്. ഇവനും ഇച്ചിരി പ്രശ്നക്കാരനാണ്. പിന്നെ നമ്മുടെ സ്വന്തം അവഗാഡ്രോസ് ലോ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചു, അതുകൊണ്ട് പിന്നെ അത് ഇത്ര പാടാവാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. എന്നാൽ ഇവിടെയൊക്കെ ഈ പറഞ്ഞ അവസാനത്തെ 3 ആൾക്കാർ വരുമ്പോൾ അത് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ കാണാപ്പാടം പഠിക്കും, പക്ഷെ അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുണ്ട്. പാടൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ പിടികിട്ടും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ നിയമം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നിങ്ങൾ എല്ലാവർക്കും, അല്ലെങ്കിൽ സയൻസ് എടുത്ത ഒരു കുട്ടിക്കും ഇത് അറിയാത്തതൊന്നുമില്ല. എന്താണ് മാസ് എന്ന് പറയുന്നത്? കൺസർവ്ഡ് ആണ്. എന്ന് വെച്ചാൽ മാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ മാസ് എന്ന് വെച്ചാൽ എന്താണ്? മാസ് ചേർന്നാണ് മാറ്റർ ഉണ്ടായിട്ടുള്ളത്. ലാവോസിയർ എന്ന് പറയുന്ന ആന്റോയിൻ ലാവോസിയർ എന്ന് പറഞ്ഞ ആൾ 1789 വർഷം എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ കൊല്ലം സോഷ്യൽ സയൻസിൽ നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ കേട്ട വർഷമാണ്. അപ്പൊ ആലോചിക്കണം, ആ കാലത്താണ് ഇത് പറഞ്ഞത്. അന്ന് അപ്പോൾ ഇത് വാലിഡ് ആയിരുന്നു. അപ്പൊ എന്താ സംഭവം ഇന്ന് നമുക്കറിയാം. എന്നാലും അന്ന് അത് ആദ്യം കണ്ടെത്തി നിയമമായി പറഞ്ഞ ആളാണ് ആര്? ലാവോസിയർ. അപ്പൊ ലാവോസിയർ നമ്മുടെ കെമിസ്ട്രിയുടെ പിതാവ് അങ്ങനെ രീതിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പറയാറുമുണ്ട്. അപ്പൊ ലാവോസിയർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, അത് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റുകളാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ 1789 എന്ന് പറയുന്ന വർഷത്തിൽ ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അല്ലെ, ആരാണ്? ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് പ്രപ്പോസ് ചെയ്യുന്നത്? കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞ നിയമം. എന്താ അതിൽ പറഞ്ഞത്? മാസ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ മാസ് എന്ന് പറയുന്നേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ പറയുന്നത് എന്തെന്നാണ്? മാസ് ചേർന്നുണ്ടാകുന്ന മാറ്റർ. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് മാസാണ്, മാസ് ചേർന്നാണല്ലോ മാറ്റർ ഉണ്ടായിട്ടുള്ള, മാറ്ററിനെ പറ്റിയുള്ള സ്റ്റഡി ആണല്ലോ കെമിസ്ട്രി നടക്കുന്നത്. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് ഒരു കെമിക്കൽ ഫിസിക്കൽ ചേഞ്ച് നടക്കുമ്പോഴത്തേക്കും അവിടെയുള്ള റിയാക്റ്റന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും എപ്പോഴും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് എന്ത്? നമ്മുടെ E = mc². ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ നമ്മുടെ ഐൻസ്റ്റീനിന്റെ E = mc² എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്കും ഇത് ശരിയല്ല. കാരണം അവിടെ എനർജി മാസായി മാറുമെന്നും മാസ് എനർജിയായി മാറുമെന്നുമാണ്. അപ്പോൾ ഇവിടെ മാസ് കൺസേർഡ് ആണെന്ന് പറയാൻ പറ്റില്ല. മാസിന്റെ കുറേ ഭാഗം എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ലിമിറ്റേഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിയമം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. എന്താണ്? ആ മാസ് അല്ലെങ്കിൽ മാറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കമ്പഷൻ റിയാക്ഷൻസ് പോലെയുള്ള, അതായത് പല വസ്തുക്കളൊക്കെ കത്തിച്ച് അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മുടെ ലാവോസിയർ ഈ ഒരു നിയമത്തിലേക്ക് എത്തിയത്. അതിലെന്താ പറഞ്ഞത്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും പഠിക്കും, സിമ്പിൾ നിയമമാണ്. രണ്ടാമത് വരുന്നതാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരായിരിക്കും. നിങ്ങൾ ആ നിയമത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. അപ്പോൾ കോൺസ്റ്റന്റ് എന്ത്? കോൺസ്റ്റന്റ് കോമ്പോസിഷൻ കോൺസ്റ്റന്റ്. എന്ത് കോൺസ്റ്റന്റ്? കോമ്പോസിഷൻ കോൺസ്റ്റന്റ്. ആരുടെ കോമ്പോസിഷൻ? നമ്മളൊരു മോളിക്യൂൾ എടുക്കുന്നു. നമ്മൾ എന്തെടുക്കുന്നു? ഒരു മോളിക്യൂൾ എടുക്കുന്നു. എലമെന്റ് ചേർന്നാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആറ്റം ചേർന്നാണ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അറിയാം.
അറ്റത്ത് എന്ന് പറഞ്ഞാൽ എലമെന്റ് തന്നെ. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂളിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു മോളിക്യൂളിന്റെ കോമ്പോസിഷൻ എന്താണ്? ഒരു മോളിക്യൂളിന്റെ കോമ്പോസിഷൻ എന്താ? കോമ്പോസിഷൻ എന്ത് വെച്ചിട്ട് എന്ത് അളവിലാണ് ചേർത്തിട്ടുള്ളത്, അതിനല്ലേ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ H2O എന്ന് എഴുതിയാൽ നിങ്ങൾ പറയും അത് വാട്ടർ ആണ്. എന്നാൽ ഞാൻ HO2 എന്ന് എഴുതിയാൽ നിങ്ങൾ അതിനെ വാട്ടർ എന്ന് വിളിക്കുമോ? ഇല്ല. ഞാൻ അതിനെ H2O2 എന്ന് എഴുതിയ വാട്ടർ വിളിക്കുമോ? രണ്ടിടത്തും ഹൈഡ്രജൻ ഓക്സിജൻ തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് വെള്ളം എന്ന് വിളിക്കണമെങ്കിൽ അത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം? അത് H2O തന്നെ ആയിരിക്കണം. അതായത് നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രജനും ഓക്സിജനുമാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. ഹൈഡ്രജന്റെ മാസ് എത്ര? 1. 2 ഉള്ളത് കൊണ്ട് ഇവിടുത്തെ മാസ് 2 ഈസ്റ്റു. ഓക്സിജന്റെ മാസ് എത്ര? 16. അറ്റോമിക് നമ്പർ 8, 16. സോ ഇവിടെ റേഷ്യോ എന്തായിരിക്കും? 2:16. സിംപ്ലിഫൈ ചെയ്താൽ 1:8. അപ്പോൾ 1 എന്ന റേഷ്യോയിൽ ഹൈഡ്രജനും 8 എന്ന മാസിന്റെ അളവാണ് പറയുന്നത്. എണ്ണമല്ല, മാസിന്റെ അളവ് ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? വെള്ളം കിട്ടത്തുള്ളൂ. എന്ത് കിട്ടത്തുള്ളൂ? വെള്ളം കിട്ടത്തുള്ളൂ. ഈ പറയുന്ന കോമ്പോസിഷൻ ഇനി ലോകത്തെ എവിടത്തെ വെള്ളം ഞാൻ പോയി എടുത്താലും ഇങ്ങനെയാണേലേ ഇതിനെ വെള്ളം ഒന്ന് വിളിക്കൂ. അത് പൈപ്പ് വെള്ളം ആയാലും ശരി തന്നെ, തോട്ടിൽ കിടക്കുന്ന വെള്ളമായാലും ശരി തന്നെ, ഇനി എവിടെ കിടക്കുന്ന വെള്ളമായാലും ശരി തന്നെ, വെള്ളം എന്ന് പറയുന്ന മോളിക്യൂൾ, H2O എന്ന മോളിക്യൂൾ, വാട്ടർ എന്നൊരു മോളിക്യൂൾ ഞാൻ ലോകത്ത് എവിടെ വെച്ച് പറഞ്ഞാലും അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? അത് ഡെഫിനിറ്റ് പ്രപ്പോർഷനിൽ ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ എന്ന് വെച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും ഈ റേഷ്യോയിൽ ചേരണം. പ്രപ്പോർഷൻ എന്താ? 1:8 ആണ് ഇവിടെ മാസിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അല്ല. അവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? അത് കുപ്രിക് കാർബണേറ്റ് ആണ്, CuCO3. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? കോപ്പർ ഉണ്ടാകും, കാർബൺ ഉണ്ടാകും, ഓക്സിജൻ ഉണ്ടാകും. റേഷ്യോ നോക്കിയേ, അത് നാച്ചുറൽ സാമ്പിൾ എടുത്താലും ശരി തന്നെ, സിന്തറ്റിക് സാമ്പിൾ എടുത്താലും ശരി തന്നെ, റേഷ്യോ നോക്കിയേ, 51.3 കോപ്പറും 9.74 കാർബണും 38.91 എന്ന റേഷ്യോയിൽ ഓക്സിജനും ചേർന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? കുപ്രിക് കാർബണേറ്റ് കിട്ടും. കാരണം ഇത് പറഞ്ഞത് നടത്തിയത് അല്ലെങ്കിൽ കണ്ടെത്തിയത് ജോസഫ് ഫ്രോസ്റ്റ് ആണ്. ജോസഫ് ഫ്രോസ്റ്റ് എന്ന സയന്റിസ്റ്റ് അന്ന് ചെയ്തത് കുപ്രിക് കാർബണേറ്റിലാണ്. നമുക്ക് ഓക്സിജന്റെ എക്സാമ്പിൾ വെച്ച് പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ നിയമത്തിന് പറയുന്നതാണ് എന്താ? ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രപ്പോർഷൻ. അപ്പോൾ ലോ ഓഫ് കോൺസ്റ്റന്റ് തിരിഞ്ഞു അല്ലേ, ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അപ്പോൾ എന്താ നിയമത്തിന്റെ പേര്? ലോ ഓഫ് കോൺസ്റ്റന്റ്. അപ്പോൾ വാക്കിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കും വാട്ട് ഈസ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. അപ്പോൾ നിങ്ങൾ പറയും കോൺസ്റ്റന്റ് എന്ന് കണ്ടു, കോമ്പോസിഷൻ എന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ കോമ്പോസിഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഫോർ എ ഗിവൺ കോമ്പൗണ്ട് always contain exactly the same proportion of elements by weight. അല്ലെ, അവിടെ ഉള്ള എലമെന്റുകളുടെ വെയിറ്റിന്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇറസ്പെക്റ്റീവ് ഓഫ് ദ സോഴ്സ്. അതിന് ഏത് സോഴ്സിൽ നിന്ന് നിങ്ങൾ എടുത്താലും അതിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്ത രണ്ടിടം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്നു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. കേട്ടോ, ഒരേപോലത്തെ പേരുകൾ വരുമ്പോഴാണ് കൺഫ്യൂഷൻ അല്ലേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിലെ കൺസർവേഷൻ ഓഫ് മാസ് വേണമെന്ന് നിങ്ങൾ പറയും മാസ് കൺസർവ്ഡ് ആണ്. ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് എന്ന വാക്കിന് ശ്രദ്ധിക്കണം, ഡെഫിനിറ്റ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ എന്താണ്? മാറ്റമില്ല. അതായത് മോളിക്യൂളിനകത്ത് എലമെന്റുകളുടെ മാസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു കാരണവശാലും മാറത്തില്ല. മാറിയാൽ കിട്ടുന്ന വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ പറയുന്നതെങ്കിൽ എന്തായിരിക്കും? മൾട്ടിപ്പിൾ പ്രപ്പോർഷനിൽ പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം ഒന്നിലധികം വരുമല്ലോ. ഒന്നിലധികം മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഒന്നിലധികം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും അറിയാം എലമെന്റ് ചേർന്ന് എന്തുണ്ടാകും, അല്ലെങ്കിൽ ആറ്റം ചേർന്ന് എലമെന്റ് ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുന്നു നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എലമെന്റ് ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുന്നു വിചാരിക്കാം. എലമെന്റ് ചേർന്നുണ്ടാകുന്നു, കോമ്പൗണ്ട് ഉണ്ടാകും. അപ്പോൾ എലമെന്റ് ചേർന്നിട്ട് എന്തുണ്ടാകും? കോമ്പൗണ്ട് ഉണ്ടാകും. എന്തുണ്ടാകും? കോമ്പൗണ്ട് ഉണ്ടാകും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരേപോലെയുള്ള രണ്ട് എലമെന്റ് ചേർന്ന് ചിലപ്പോൾ ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഒന്നിലധികം മൾട്ടിപ്പിൾ. അപ്പോൾ എലമെന്റ് ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകും, നിങ്ങൾക്കറിയാം. അപ്പോൾ ചില എലമെന്റുകൾ ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ടുകൾ ഉണ്ടാകും. ചില എലമെന്റുകൾ ചേർന്ന് എന്തുണ്ടാവും? ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകും. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ചേർന്നുണ്ടാകുന്ന ഒരു കോമ്പൗണ്ടാണ് വാട്ടർ. അടുത്ത ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ്, ഓക്സിജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ്
ഇത് ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് തന്നെയാണ് എന്ത്? ഹൈഡ്രോജൻ പെറോക്സൈഡ്. ഇതാണ് ഹൈഡ്രോജൻ പെറോക്സൈഡ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ചേർന്ന എലമെന്റുകൾ സെയിമാണ്, പക്ഷെ ഉണ്ടായ പ്രോഡക്റ്റുകൾ ഒന്നിലധികം. സോ മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ഉണ്ടാകും. ഇനി ഇവിടെ ഇത് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും H2O ആണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ എന്ന് പറയും. അതായത് ഹൈഡ്രോജന്റെ അളവ് എന്ന് പറഞ്ഞത് ഇവിടെ എത്രയായിരിക്കും? 2 ഗ്രാം ആയിരിക്കും. ഓക്സിജന്റെ അളവെന്ന് വെച്ചാൽ എത്രയായിരിക്കും? 16 ഗ്രാം ആയിരിക്കും. ഉണ്ടാകുന്ന വാട്ടറിന്റെ അളവെന്ന് വെച്ചാൽ എത്രയായിരിക്കും? 18 ഗ്രാം ആയിരിക്കും. എന്നാൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈഡ്രോജൻ ചേർന്ന് എത്രയിലായിരിക്കും? H2 ആണ്. O എത്രയാവും? 2 ആവും. 16ന്റെ ഇരട്ടി 32 ഗ്രാം ആവും. നമുക്ക് എത്ര കിട്ടും? 34 ഗ്രാം ഹൈഡ്രോജൻ പെറോക്സൈഡ് കിട്ടുകയും ചെയ്യും. മൊത്തത്തിൽ ഇപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇയാളിത് എന്തുവാണ് ഈ പറയണം? സംഭവം ഇത്രയുള്ള നോക്കുക. ഒരേപോലെയുള്ള എലമെന്റ് ചേർന്ന് ഒന്നിലധികം പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, അതിൽ ഒരാളുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും, മറ്റൊരാളുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യും. ആയിക്കോട്ടെ, ഈ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ ചേഞ്ച് ചെയ്യുന്ന ആളുടെ അളവൊന്ന് ശ്രദ്ധിച്ചേ. അതൊന്നുകിൽ ഇവന്റെ ഇരട്ടി, അല്ലെങ്കിൽ 2 ഇരട്ടി, അല്ലെങ്കിൽ 3 ഇരട്ടി, അല്ലെങ്കിൽ 4 ഇരട്ടി, അല്ലെങ്കിൽ 10 ഇരട്ടി എന്നിങ്ങനെ ഇവര് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? ഒരു ഹോൾ നമ്പർ ആയിരിക്കും. എന്തായിരിക്കും? ഒരു ഹോൾ നമ്പർ ആയിരിക്കും. എന്തായിരിക്കും? ഒരു ഹോൾ നമ്പർ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ സംശയം ഞാൻ മാറ്റി തരാനായിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയും. ഈ നിയമം പറഞ്ഞ ആളാണ് ആര്? ഡാൾട്ടൺ. അപ്പൊ നിങ്ങൾക്കറിയാം സാറേ, ഞങ്ങൾക്ക് ഡാൾട്ടനെ പറ്റി ആകെ അറിയാന്നുള്ളത് എന്താണ്? അറ്റോമിക് തിയറിയാണ് അല്ലെ? ഡാൾട്ടനാണ് അറ്റോമിക് തിയറി പറഞ്ഞത്. ഡാൾട്ടനാണ് എന്ത് കണ്ടുപിടിച്ചത്? ആറ്റം ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇതിലോട്ട് വാ. ഡാൾട്ടൺ പറഞ്ഞു നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളിലെ അവസാനത്തെ ഏറ്റവും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ആറ്റമാണ്. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആറ്റം, 2 ആറ്റം, 3 ആറ്റം, 4 ആറ്റം എന്ന ലെവലിലല്ലേ പോകൂ. 1.5 ആറ്റം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. ആറ്റത്തെ പിന്നീട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ആര് പറഞ്ഞത്? ഡാൾട്ടൺ പറഞ്ഞത്. അതേ ഡാൾട്ടൺ തന്നെയാണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കടാ. ഹൈഡ്രോജൻ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് വാട്ടർ ഉണ്ടാകും. അതേ ഹൈഡ്രോജൻ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉണ്ടാകും. അപ്പൊ ഇവിടെ രണ്ടിടത്തും വ്യത്യാസം വന്നിട്ടുള്ള ഓക്സിജന്റെ എണ്ണത്തിലാണ്. അപ്പൊ ഈ ഓക്സിജന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുന്നത് ആറ്റം ലെവലിലായിരിക്കും എന്ന് ചിന്തിച്ചേ. എന്ന് വെച്ചാൽ ഒന്നുകിൽ 1 ഓക്സിജൻ, അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എത്രയാണ്? 2 ഓക്സിജൻ. അപ്പോൾ 1 ഓക്സിജന്റെ മാസ് 16 ആണെങ്കിൽ 2 ഓക്സിജൻ എത്രയായിരിക്കും? 32 ആയിരിക്കും. ഇനി 3 ആണെങ്കിൽ എത്രയായിരിക്കും? ഈ 32ന്റെ കൂടെ 16 കൂട്ടാനേ പറ്റുള്ളൂ. ഇനി 4 ആണെങ്കിലോ 32ന്റെ കൂടെ 16 + 16 കൂട്ടണം. മനസ്സിലായോ? അതായത് ഹൈഡ്രോജൻ എന്ന് പറയുന്ന ഒരാൾ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ വാട്ടർ ഉണ്ടാകും. ഹൈഡ്രോജൻ എന്ന് പറയുന്ന ആൾ 2 ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന ആറ്റം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ എലമെന്റിന്റെ ഏറ്റവും ബേസിക് ഫോം ആറ്റം അല്ലേ? ഈ ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1, 2, 3 എന്നായിട്ടേ പോകത്തുള്ളൂ. പകുതി എന്താണ് അങ്ങനെയൊന്നും പോകത്തില്ല. അതായത് ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിളോട് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളോട് നോക്കിയോ. കാർബൺ എന്ന് പറയുന്ന ഒരു ആറ്റം, കാർബൺ. ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ആറ്റം. നിങ്ങൾക്കറിയാം കാർബണും ഓക്സിജനും കൂടെ ചേർത്താൽ നിങ്ങൾക്ക് അറിയാവുന്നൊരു കോമ്പൗണ്ടാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബണിന്റെ മാസ് നിങ്ങൾക്കറിയാം 12, ഓക്സിജന്റെ എത്രയാണ്? 16. ഓക്കെ. ഇനി ഇതേ കാർബണും ഓക്സിജനും ചേർന്ന് ഉണ്ടാവുന്ന മറ്റൊരു സാധനം കാർബൺ മോണോ ഓക്സൈഡ്. ഓർമ്മയുണ്ടോ? അവിടെയും കാർബണിന്റെ എണ്ണം 16, ഓക്സിജന്റെ എണ്ണം എന്ന് വെച്ചാൽ എത്രയായിരിക്കും? സോറി, ഇവിടെ നമുക്ക് ചെറിയ തെറ്റ് പറ്റി അല്ലേ? O2 അല്ലേ? അപ്പൊ എത്ര? 32. ഇവിടെ എത്രയായിരിക്കും? 16. ഇവിടെ എത്രയായിരിക്കും? 16 ആണോ അല്ലേ? അപ്പൊ നോക്കിയേ, കാർബണിന്റെ എണ്ണത്തിന് മാറ്റമില്ല. സോ ഫിക്സഡ് മാസ് ഇവൻ, ചേഞ്ച് ചെയ്യുന്ന മാസ് ഇവൻ. പക്ഷെ ചേഞ്ച് ചെയ്യുന്ന മാസുകളുടെ റേഷ്യോ നോക്കിയാൽ ഇവർക്കിടയിൽ എത്രയുടെ വ്യത്യാസമാണ്? ഒരു 16ന്റെ വ്യത്യാസമാണ്. അപ്പൊ ഇതിനെ റേഷ്യോ ആക്കിയാലോ? റേഷ്യോ ആക്കുമ്പോൾ എങ്ങനെയാണ്? 32:16. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2:1 എന്ന് കിട്ടും. എത്ര കിട്ടും? 2:1 എന്ന് കിട്ടും. അപ്പൊ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇനി ഇതൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 3ാം നിയമം പ്രപ്പോസ് ചെയ്ത ആരാണ്? ഡാൾട്ടൺ ആണ്. 1803. എന്താ പറഞ്ഞേ? If 2 elements can combine to form more than 1 compound. കിട്ടി. 2 എലമെന്റ് ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ എന്ന് വിളിച്ചത്. ശ്രദ്ധിക്കേ, the mass of one element that combine with the fixed mass of other element. Mass of one element that combine with the mass of one element that combine with the fixed mass of another element. അപ്പോൾ ഫിക്സഡ് മാസ് ഉള്ള ഒരു എലമെന്റുമായി ചേരുന്ന ഡിഫറൻറ്റ് മാസ് ഉള്ള ഈ പറയുന്ന എലമെന്റിന്റെ
എലമെന്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഹോൾ നമ്പറിലായിരിക്കും. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹോൾ നമ്പറിലായിരിക്കും. അതിന്റെ അർത്ഥം ഇവിടെ ഹോൾ നമ്പർ വരണമെങ്കിൽ 1, 2, 3, 4, 5, 6 അങ്ങനെ പോകണം. 1.5, 2.5, 3.5 ഹോൾ നമ്പേഴ്സിലുള്ളതാണ് ഈ അര എന്ന് പറയുന്നത്. അല്ല, 4 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു വസ്തു മറ്റൊന്നുമായിട്ട് ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകും. അതേ വസ്തു മറ്റൊരളവിൽ ചേർന്ന് മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഈ അളവ് മാറി വന്ന വസ്തുവിന്റെ മാസുകളുടെ റേഷ്യോ എടുക്കുമ്പോൾ എപ്പോഴും അതൊരു ഹോൾ നമ്പറിലായിരിക്കും. അതെപ്പോഴും എന്തിലായിരിക്കും? ഒരു ഹോൾ നമ്പറിലായിരിക്കും. കാരണം ഈ പറയുന്ന അമിതമായി വന്ന ആൾ, അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള് വെള്ളവുമായിട്ട് ചേരാനായിട്ട് ഒരു ഓക്സിജൻ വേണ്ടി വന്നു. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള് ഹൈഡ്രജൻ പെറോക്സൈഡ് ആകാനായിട്ട് ഓക്സിജൻ 2 എണ്ണം വേണ്ടി വന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? ഇവൻ 1, ഇവൻ 2, 1:2, 1:2. അല്ലാതെ ഇവിടെ ഒരിക്കലും എന്താവത്തില്ല, ഹോൾ നമ്പർ അല്ലാത്തൊരു സംഖ്യ വരത്തില്ല. വിച്ച് മീൻസ് ആറ്റങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ഫോമിൽ നിൽക്കുന്നത് എന്താണ്? അറ്റോമിക് ലെവലിലാണ്. ആറ്റത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഡാൾട്ടന്റെ നിയമത്തിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു നിയമം തന്നെയാണ് എന്ത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഡാൾട്ടൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ കിട്ടണം? മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഒന്നിലധികം. എന്താണ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ? ആലോചിക്കണം ഒന്നിലധികം. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഇവിടെ നിന്നുള്ള ചോദ്യവും ഇത് തന്നെയാണ്. അതായത് നമുക്ക് തരും, നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും 1:2 റേഷ്യോ ചേർന്നില്ലെങ്കിൽ 1:8 റേഷ്യോ ചേർന്നിട്ട് വാട്ടർ ഉണ്ടായെങ്കിൽ, മറ്റൊരു റേഷ്യോ ചേർന്നിട്ട് ഇവൻ ഉണ്ടായെങ്കിൽ ഇവിടുത്തെ നിയമത്തിന്റെ പേരെന്ത്? അങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത്. 2025 വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിയമം പഠിക്കുക എളുപ്പമാണ്. നിങ്ങളിത് ഇപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതൊന്നും കാണാതെ പഠിച്ചു വയ്ക്കുക എളുപ്പമാണ്. പക്ഷെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത് എന്തിനു വന്നു എന്നുള്ള അറിഞ്ഞിരിക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ഇത് കുറച്ചുകൂടി കയറും. അത്രേ ഉള്ളൂ. മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഡാൾട്ടൻ ആണ് പറഞ്ഞത്. ഡാൾട്ടൻ ആറ്റത്തിന്റെ ആളാണ്. ആറ്റം ഇൻഡിവിസിബിൾ ആണ്. അപ്പോൾ രണ്ടുപേര് തമ്മിൽ ചേരുമ്പോൾ ഒരു ആറ്റമായിട്ട് നമുക്ക് ചേരാൻ പറ്റത്തുള്ളൂ. അതിന്റെ പകുതി എന്നൊരു കോൺസെപ്റ്റ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ഹോൾ നമ്പറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവർ തമ്മിൽ ചേരുന്നത്. അപ്പോൾ ഒരേ എലമെന്റ് ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരാളുടെ മാസ് ഫിക്സഡ് ആയിരിക്കും, ഒരാളുടെ മാസ് ഡിഫറൻ്റ് ആയിരിക്കും. ആ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുടെ മാസുകളുടെ റേഷ്യോ എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കും. ഇതാണ് എന്ത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്ത നിയമത്തിലോട്ട് പോകാമല്ലോ. അടുത്ത് വരുന്നതാണ് ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. അടുത്ത് നമുക്ക് പണി തരാൻ പോകുന്ന ആൾ. അപ്പൊ നിങ്ങൾ ആദ്യം ഇങ്ങനെ ശ്രദ്ധിക്കണം. ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. അപ്പൊ ഗേ-ലൂസാക്ക് ഗ്യാസുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഗേ-ലൂസാക്ക് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഗ്യാസുകളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എന്താ ഗ്യാസുകളെ പറ്റി ഇത്ര പ്രത്യേകിച്ച് പറയാതിരിക്കുന്നത്? സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ ഗ്യാസുകൾ സയന്റിസ്റ്റുമാർക്ക് എന്നും തലവേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു വസ്തുവിൻ്റെ ഒരു 100 ഗ്രാം എടുത്തു, മറ്റൊരു വസ്തുവിൻ്റെ ഒരു 50 ഗ്രാം എടുത്തു. അപ്പോൾ നിങ്ങൾക്കറിയാം ഗ്രാം എന്ന് വെച്ചാൽ മാസിൻ്റെ യൂണിറ്റ് ആണ്. എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ എത്ര കാണും? 150 ഗ്രാം ആയിരിക്കും ഉണ്ടാവും. എത്രയായിരിക്കും ഉണ്ടാവുന്നത്? 150 ഗ്രാം ആയിരിക്കും ഉണ്ടാവും. ഇത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം. പക്ഷേ ഗ്യാസുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഗ്രാമിലൊന്നും അളന്നെടുക്കാൻ പറ്റത്തില്ല. ഗ്യാസുകൾ നമ്മൾ അളക്കുന്നത് എന്തിലാണ്? വോളിയത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ വർഷത്തോടെ അറിയാം. ഗ്യാസുകൾ നമ്മളെപ്പോഴും അളക്കുന്നത് എന്തിലായിരിക്കും? വോളിയത്തിലായിരിക്കും. ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളും ഗ്യാസും ഒക്കെ നമ്മൾ അളക്കുന്നത് വോളിയത്തിലായിരിക്കും. അപ്പോഴാണ് പ്രശ്നം വന്നത്. നോക്കിക്കോ, ഞാൻ 1 ലിറ്റർ ഒരു ലിക്വിഡ് 1 ലിറ്റർ മറ്റൊരു ലിക്വിഡുമായിട്ട് ചേർത്തു. ഇതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. നിയമത്തിലോട്ട് എത്തിയില്ല. നിങ്ങൾക്കറിയാം 1 ലിറ്ററും 2 ലിറ്ററും കൂടി ചേർന്നാൽ എനിക്കിവിടെ 3 ലിറ്റർ കിട്ടണം. ലിക്വിഡ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇതാണ് ശരി. പക്ഷെ ഗ്യാസുകൾ വന്നപ്പോൾ ഇങ്ങനെയല്ല സംഭവിച്ചത്. സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്ററും 2 ലിറ്ററും കൂടി ചേരുമ്പോൾ നമുക്ക് എത്ര കിട്ടണമെന്നില്ല? 3 ലിറ്റർ കിട്ടണമെന്നില്ല. ചിലപ്പോൾ 2 ലിറ്റർ തന്നെ കിട്ടും. 3 ആകാം. പക്ഷെ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ലിറ്റർ കിട്ടും. ചിലപ്പോഴെന്നല്ല, പലപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? 2 ലിറ്ററാണ് കിട്ടുന്നത്. ഈ പറഞ്ഞ ഒരു കാര്യം നിയമമായിട്ട് പറഞ്ഞതാണ് ഗേ-ലൂസാക്ക്. ഗേ-ലൂസാക്ക് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഗ്യാസുകൾ പരസ്പരം കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് ഇവരുടെ അളവിൻ്റെ റേഷ്യോ നോക്കിയാൽ അതെപ്പോഴും സിമ്പിൾ റേഷ്യോസ് ആയിരിക്കും. അത് ഹോൾ നമ്പർ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. പിടികിട്ടി കാണത്തില്ല. നമുക്ക് നോക്കാം, പറഞ്ഞുതരാം എന്താ സംഭവം. നിയമം പറഞ്ഞത് ഗേ-ലൂസാക്ക് 1808. അപ്പം അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇത് ഗ്യാസുകൾക്ക് മാത്രമേ ഒബ്സർവബിൾ ആയിട്ടുള്ളൂ. ഇത് ഗ്യാസിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇത് പറ്റത്തില്ല. ലിക്വിഡിലും സോളിഡിലും ഇത് പറഞ്ഞാൽ പൊട്ടത്തെറ്റാണ്. ഗ്യാസുകൾ കണ്ട പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ വെൻ ഗ്യാസ് കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടും. അങ്ങനെ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം അവരുടെ വോളിയം.
അവരുടെ വോളിയം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. മാത്രമല്ല നമ്മൾ ആ റിയാക്ഷൻ നടത്തുന്നത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇത് എവിടെയോ കേട്ടിട്ടുണ്ടോ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എല്ലാ ഗ്യാസുകളും 22.4 എന്ന വോളിയത്തിൽ കാണുന്ന അവഗാഡ്രോ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് അതിനൊക്കെ വർഷങ്ങൾക്ക് മുന്നേ 1808 പറഞ്ഞ കാര്യമാണ്. അന്ന് നമുക്ക് ഈ ഗ്യാസുകളെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അതായത് ഗ്യാസുകൾ ചെറിയ പാർട്ടിക്കിൾ കൊണ്ടാണെന്നും അവർക്കിടെ ഒരുപാട് സ്പേസ് ഉണ്ടെന്നും അല്ലേ, അവർക്ക് ഡെഫിനറ്റ് വോളിയം ഇല്ല, ടെമ്പറേച്ചറും പ്രഷറും ചേരുമ്പോഴാണ് അവരൊരു വോളിയത്തിനകത്തായി പോകുന്നതെന്നൊക്കെ ഉള്ള നമ്മളിപ്പോൾ ഇപ്പോൾ പഠിച്ചു. അന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നോക്കിയേ, 100 ml ഹൈഡ്രജൻ 50 ml ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ലിക്വിഡോ സോളിഡോ ആയിരുന്നെങ്കിൽ 150 കിട്ടും. പക്ഷെ ഇവിടെ എത്രയേ കിട്ടത്തുള്ളൂ? 100 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ റേഷ്യോ ഒന്ന് ആലോചിച്ച് നോക്കി. 1, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇത് 2 ആയിട്ട് എടുക്കാം, 100 2 ആയിട്ട് എടുക്കാം. 2 1 1 2 2 1 2. ഇവരുടെ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ റേഷ്യോസ് ആണ്. അതായത് ഇവർ രണ്ടുപേരുടെ അകത്ത് വരുന്ന റേഷ്യോ തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്, പ്രോഡക്റ്റിൽ കിട്ടുന്നത്. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കി, N2 + 3H2 gives 2NH3. ഇത് ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇവിടുത്തെ കോഎഫിഷ്യന്റ് ശ്രദ്ധിച്ചേ. ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1, ഇവിടുത്തെ 3, ഇവിടുത്തെ 2. ഇവിടുത്തെ ഇപ്പോൾ റേഷ്യോ എന്തായിരിക്കും? 1 പാർട്ട് നൈട്രജൻ 3 പാർട്ട് ഹൈഡ്രജനുമായിട്ട് ചേരുമ്പോൾ എനിക്ക് 2 പാർട്ട് ഗ്യാസ് കിട്ടും. സോ നോക്കി, ഇവർക്കിടയിലുള്ള നമ്പേഴ്സ് എന്താ? അടുത്തടുത്ത് കിടക്കുന്ന സിമ്പിൾ നമ്പേഴ്സ് ആയിരിക്കും. കണ്ടോ, ഇവർ രണ്ടും കൂടി ചേരുമ്പോൾ നോർമലി വരേണ്ട 1:3 എന്ന് പറഞ്ഞ റേഷ്യോ ചേരുമ്പോൾ 4 വരണമായിരുന്നു. 4 വരത്തില്ല. അതിൻ്റെ ഈക്വലും അതിന് താഴെയുള്ള നമ്പർ ആയിരിക്കും വരുന്നത്. പ്രൊവൈഡഡ് അവിടുത്തെ പ്രഷറും ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗേലൂസോക്സ് ലോ എന്ന് പറയുന്നത്. ഇപ്പം എന്താ ഗേലൂസോക്സ് ലോ പറഞ്ഞത്? വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗ്യാഷ്യസ് പ്രോഡക്റ്റ്, ഗ്യാഷ്യസ് റിയാക്ടറിന് ചേർന്ന് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? സിമ്പിൾ റേഷ്യോ ആയിരിക്കും. പ്രൊവൈഡഡ് അവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ അവരുടെ റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ റേഷ്യോ ആയിരിക്കും. അതായത് 100ഉം 50ഉം ചേരുമ്പോൾ 150 അല്ല, 100ഉം 50ഉം ചേരുമ്പോൾ അവിടെ 100 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ റീസൺ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്നറിയാം. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു ഗ്യാസ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള്, ഓക്സിജൻ എന്ന് പറയുന്ന ആൾ പരസ്പരം കൂടിച്ചേരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എന്താണ്? H2O എന്ന് പറയുന്ന ആളാണ്. ഇതാണ് H2O എന്ന് പറയുന്ന വാട്ടറാണ്. വാട്ടർ വേപ്പറായിട്ട് കൂട്ടുക. ഓക്കെ, ഇതെല്ലാം ഗ്യാസ് ആണ് കേട്ടോ. ഇതെല്ലാം ഗ്യാസ് ആണ്. ഇതൊന്നും ലിക്വിഡായിട്ട് വിചാരിക്കരുത്. വേപ്പർ സ്റ്റേറ്റിലാണ്, ഗ്യാസ് ആണ്. സോ ഇവര് പുറത്തുള്ള ടെമ്പറേച്ചറും പ്രഷറും ഇവരെ എന്ത് ചെയ്തേക്കുകയാണ്? ഒരു കൺഫൈൻഡ് സ്പേസിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇവർ കൂടിച്ചേരുമ്പോഴും ആ കൺഫൈൻഡ് സ്പേസ് വിട്ട് അവർക്ക് പുറത്തു പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ഗ്യാസ് ആണ്. ഇവരുടെ ഇടയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ അവർ ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പുറത്തുള്ള ടെമ്പറേച്ചറും പ്രഷറും അവരെ കംപ്രസ് ചെയ്തൊരു ലെവലിനകത്ത് വെച്ചേക്കും. അതിനകത്ത് കിടന്ന് കളിക്കാനേ ആർക്ക് പറ്റത്തുള്ളൂ? ഗ്യാസിന് പറ്റത്തുള്ളൂ. അവരുടെ വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, അങ്ങനെ കൂടത്തൊന്നുമില്ല. എപ്പോഴും ഏതാണ്ട് ഒരു സിമ്പിൾ റേഷ്യോയിൽ ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്? ഗേലൂസോക്സ് ലോ പറഞ്ഞ്. ഈ ഗേലൂസോക്സ് ലോയുടെ ഈ ഒരു കാര്യത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ആര് വരുന്നത്? നമ്മുടെ അവഗാഡ്രോ വരുന്നത്. അവഗാഡ്രോ എന്താ പറഞ്ഞത്? സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എല്ലാ ഗ്യാസിനകത്തും കാണത്തുള്ളൂ. അല്ല, ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഈക്വൽ വോളിയം ഓഫ് ഓൾ ദ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ കാണത്തുള്ളൂ. ഇതാണ് എന്ത് പറഞ്ഞത്? അവഗാഡ്രോ പറഞ്ഞത്. അപ്പോൾ അവഗാഡ്രോ നിയമം പറയാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? എന്താണ്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ദ ഗ്യാസസ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഹാവ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിരിക്കും? തുല്യം ആയിരിക്കും. അപ്പോൾ നമുക്ക് വരുന്നൊരു ചോദ്യമാണ് അല്ലേ? അതാ ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ H2 ആണ്, ഇവിടെ O ഒന്നേ ഉള്ളൂ അല്ലേ? ഇപ്പൊ 2 വോളിയം ഹൈഡ്രജൻ നമ്മളിങ്ങനെയല്ലേ എഴുതണേ അല്ലേ? നമ്മളിങ്ങനെയല്ലേ എഴുതുന്നത്. അപ്പോൾ നോക്കായി 2H2 + O2 gives 2H2O. ഇതാണല്ലോ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 2. അതെങ്ങനെയാ സംഭവിച്ചേ? എന്താ ഇവിടെ നടക്കുന്നത് അല്ലേ? ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ ആലോചിച്ച് നോക്കി. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇരട്ടിയുണ്ട്. ഓക്സിജൻ എന്ന് വെച്ചാൽ ആ അളവ് നോക്കുമ്പോൾ അതിന്റെ പകുതിയേ ഉള്ളൂ. പക്ഷെ വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ഇരട്ടിയായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. എന്താണ് നടക്കുന്ന കാര്യം? ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഇന്നറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? H2 ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? O2 ആണ്.
അന്നത്തെ കാലത്ത് H2 എന്നൊന്നും സാധനമില്ല. ഹൈഡ്രജൻ എന്ന് വെച്ചാൽ H, ഓക്സിജൻ എന്ന് വെച്ചാൽ O. അതായത് ഈ ഒരേപോലത്തെ രണ്ട് ഹൈഡ്രജൻ ആറ്റം ചേർന്ന് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാകും എന്നൊരു കോൺസെപ്റ്റ് അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. ഇന്ന് നമുക്കറിയാം എന്താ പറ്റുന്നത്. ഇതാ ഈ ഒരു കണ്ടെയ്നറിനകത്ത് 2 വോളിയം ഉണ്ടല്ലോ. ഒരു വോളിയം ഓഫ് ഹൈഡ്രജൻ 2H2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 വോളിയം ഹൈഡ്രജൻ 1 വോളിയം ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 വോളിയം H2O കിട്ടും. അപ്പോൾ 2 വോളിയം ഉണ്ട്. അപ്പോൾ ഇതാണ് 2 വോളിയം ഓക്സിജൻ 1 വോളിയം. ഇവിടെ എന്താ സത്യത്തിൽ സംഭവിച്ചത് എന്താ? ഇവിടെ ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടത്തെ ഒരു H2 ഈ രണ്ടിൽ നിന്ന് ഒരു തന്നെ എടുക്കും. ഇവിടത്തെ 2 എണ്ണം ഇതിൽ നിന്ന് ഒരു തന്നെ എടുക്കും. അപ്പോൾ എന്ത് പറ്റി? ഇവനൊന്ന് ടോട്ടൽ 2 വോളിയം. ഇവനെ 2 നിന്ന് ഒരെണ്ണത്തിന് എടുക്കും. ഈ 2 എണ്ണം എന്തിനെ എടുക്കും? മറ്റവനെ എടുക്കും. അപ്പോൾ എന്ത് പറ്റും? ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നത് ടോട്ടൽ വോളിയം ഇപ്പോൾ എത്രയായിരിക്കും? 2 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അന്നത്തെ കാലത്ത് ഈ ആറ്റംസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് മോണോ അറ്റോമിക് മാത്രമേ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. ഇങ്ങനെ പോളി അറ്റോമിക്, ഡയറ്റോമിക് ആറ്റംസ് ഉള്ള കാര്യം ആർക്ക് അന്ന് അറിയില്ലായിരുന്നു? അന്നത്തെ ശാസ്ത്രലോകത്തിന് അറിയില്ലായിരുന്നു. ഡാൾട്ടനൊക്കെ വിചാരിച്ചിരുന്നത് എന്താണ്? സെയിം കൈൻഡ് ഒരിക്കലും കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച്. അങ്ങനെ പറ്റത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് തെറ്റാണ്. പക്ഷെ നമുക്ക് പിന്നീട് മനസ്സിലായി ഈ ഗ്യാസുകൾ എന്ത് ചെയ്യും? സെയിം ടൈപ്പ് ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകും. അങ്ങനെ 2 ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ ഒരു ഓക്സിജൻ എടുത്തിട്ട് അത് ഒരു മോളിക്യൂളായിട്ട് മാറും. അതുപോലെ ഇവിടെ നിന്നുള്ള 2 ഹൈഡ്രജൻ ചേർന്ന് ഒരു ഓക്സിജൻ എടുത്ത് ഒരു മോളിക്യൂൾ ആകും. അപ്പോൾ ഇവർ ഇത്രയും കൂടി ചേരുമ്പോൾ 2 മോളിക്യൂളല്ലേ ഉണ്ടാകത്തുള്ളൂ. മോളിക്യൂളർ ലെവൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. വോളിയം നോക്കുമ്പോൾ എന്തായിരിക്കും? 2 കൂടി ചേർന്നിട്ട് 2 വോളിയത്തിൽ വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്? അവഗാഡ്രോയുടെ നിയമം എന്ന് പറയും. അപ്പോൾ അവഗാഡ്രോയുടെ നിയമം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? ഈക്വൽ ലോസ് അല്ലെ, ഈക്വൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ ഈക്വൽ നമ്പർ ഓഫ് എന്തേ ഉണ്ടാവുള്ളൂ? മോളിക്യൂൾസേ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് സംഭവം. ഇനി ഒരു സിമ്പിൾ സംഭവം. ഇതാ ചോദ്യം. ഉത്തരം എഴുതാൻ പറ്റുമോ? 2025 മാർച്ച് ചോദിച്ച ചോദ്യമാണ്. ഡിഫൈൻ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, എക്സ്പ്ലെയിൻ വിത്ത് 1 എക്സാമ്പിൾ. നിങ്ങൾ എഴുതൂലേ? 100% എഴുതും. നിങ്ങൾ ആ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും ഒരു എലമെന്റ് മറ്റൊരു എലമെന്റുമായിട്ട് ചേർന്നിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അതേ എലമെന്റ് മറ്റൊരു എലമെന്റുമായിട്ട് ചേർന്നിട്ട് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ പ്രപ്പോർഷനാണ്. ഈ പറയുന്ന ആളുടെ അളവ് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ അത് 2ഉം ഇല്ലേ, ഇവിടെ അത് എന്തായിരുന്നു? അല്ല, ഇവിടെ അത് 1ഉം ഇവിടെ അത് 2ഉം ആയിരുന്നു. അപ്പോൾ ഇവർ നമ്മുടെ റേഷ്യോ എന്താണ്? 1:2 ആണ്. ഇതാണ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇതാണ് പറഞ്ഞത് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എക്സാമ്പിൾ ആണ് വാട്ടറിന്റെ ഫോർമേഷൻ. അല്ലെങ്കിൽ നമുക്ക് കുപ്രിക്കോവിനേക്കാളും വാട്ടർ പഠിച്ചു വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താണ്? ഇഫ് 2 എലമെന്റ് കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 പ്രോഡക്റ്റ്, അല്ലേ, the element that combine with the fixed mass of the other element. So the ratio of the mass of the element that combine with the fixed mass of the other element is always in a simple whole number ratio. ഇതാണ് ചോദ്യം. 2024 സെയിം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം 2 ഡിഫറെന്റ് കോമ്പൗണ്ട് H2O H2O2. Which law is obeyed here? Law of multiple proportion. State the law mentioned above. എഴുതാൻ പറ്റൂലേ? പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മറ്റൊരു ചോദ്യം. NO plus NO2 are 2 oxides of nitrogen. Which law of chemical combination is illustrated in the above compound? ഇത് 2023 ആണെന്ന് തോന്നുന്നു. ചോദിച്ചെന്താണ്? മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. NOയും NO2ഉം NOയും NO2. ഇവർ നമ്മുടെ റേഷ്യോ എന്താണ്? 1:2. ഇത്രയേ ഉള്ളൂ. സ്റ്റേറ്റ് ദ ലോ മെൻഷൻ അബോവ്. ലോ എഴുതാൻ പറ്റൂലേ? പറ്റും. ഈ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഈ പറഞ്ഞ ഗേ-ലൂസാക്സ് ലോയും അവഗാഡ്രോസ് ലോയും ഇമ്പോർട്ടൻ്റ് അല്ലേ? അങ്ങനെയല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അവിടെ നിന്നുള്ള ചോദ്യം നമുക്ക് ഇതുവരെ പഠിപ്പിച്ചത് വെച്ച് മാത്രം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഈ മറ്റ് കാര്യങ്ങൾ ഫോർമുല മാസും ആവറേജ് മാസും ഒക്കെ പഠിച്ചതിന് ശേഷം, ലിമിറ്റിംഗ് റിയേജൻ്റ് ഒക്കെ പഠിച്ചതിന് ശേഷം ആ ചോദ്യം കൂടി ചേർത്തുള്ള ചോദ്യം വരും. അതുകൊണ്ട് പേടിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമല്ലോ ഇത്രയും പഠിച്ചിട്ട് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഗേ-ലൂസാക്സ് അവഗാഡ്രോ ഒന്നും ചോദിക്കത്തില്ല എന്നല്ല, ചോദിക്കും. പക്ഷെ ഇപ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവത്തില്ല. അതിൻ്റെ ബി പാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. പറയാം, പഠിപ്പിച്ച് കഴിയുമ്പോൾ പറയാം. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയും കൂടി പറഞ്ഞ് നിർത്തിയാലോ? എന്താ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി? ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പറഞ്ഞ അത്രേ ഉള്ളൂ. മാറ്റർ നിർമ്മിച്ചിട്ടുള്ളത് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആറ്റങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനിൽ ഇത് വന്നത്. ഓക്കെ, ഈ ആറ്റങ്ങൾ ഒരേ എലമെന്റിന്റെ ആറ്റങ്ങൾ ഒരുപോലെ ആയിരിക്കും. ഡിഫറൻറ്റ് എലമെന്റിന്റെ ആറ്റങ്ങൾ എന്തായിരിക്കും? ഡിഫറൻറ്റ് ആയിരിക്കും. അതായത് ഹൈഡ്രജന്റെ ആറ്റം എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആറ്റം, ഓക്സിജന്റെ ആറ്റം എന്ന് വെച്ചാൽ ഓക്സിജൻ ആറ്റം. ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷേ ഹൈഡ്രജൻ തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഓക്സിജൻ തമ്മിൽ ബന്ധമുണ്ട്. ഈ ആറ്റത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ നമുക്ക് പിന്നീട് അറിയാം അതിനകത്ത് വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്ന് പറയും. അറ്റോമിക് തിയറിയുടെ എന്താ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ? എന്താ ലിമിറ്റേഷൻ? ഏതാ പറഞ്ഞത്? ആറ്റം തമ്മിൽ ചേർന്ന് മോളിക്യൂൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗ്യാഷ്യസ് വോളിയംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡാൾട്ടൻ അന്ന് പറ്റിയില്ല. നേരത്തെ കേസ് അവഗാഡ്രോ അവിടെയാണ് വരുന്നത്. സോ കെമിക്കൽ ഫോർമുലയിലെ ബേസിക് നിയമങ്ങളൊക്കെ പറയാൻ ആർക്ക് പറ്റി? ഡാൾട്ടന് പറ്റിയെങ്കിലും
ഈ പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം നമുക്ക് പിന്നീട് തെറ്റാണെന്ന് പറയാൻ പറ്റും. ഇത് ഒരു ഡ്രോബാക്ക് ഇവിടുത്തെ കോൺടെക്സ്റ്റിൽ. മറ്റു ഡ്രോബാക്സ് നിങ്ങൾക്ക് അറിയാം, പിന്നീട് അതിനകത്ത് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ആ കേസ് അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി പുതിയൊരു ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇന്ന് പഠിപ്പിച്ചതും ഇനി അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നതുമാണ്. ഓക്കെ, സോ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ അറ്റോമിക് ആൻഡ് മോളിക്കുലർ മാസ് പഠിച്ച കാര്യമാണ്, നമുക്കൊന്നുകൂടി ഒന്ന് നോക്കി. ഐസോടോപ്പ്, ഐസോബാർ, എന്താണ് ഈ പറയുന്ന ആവറേജ് അറ്റോമിക് മാസ്, അതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കും. അപ്പോൾ ഇന്ന് അത്രയുള്ള ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.